ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ ഇന്നും പതിവ് പോലെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഉള്ളത് മേലുകാവാണ്. മേലുകാവിൽ മേരിലാൻഡ് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ബോണി. മുന്നേയുള്ള 1-2 വീഡിയോസിലൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ്? മേരിലാൻഡാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേലുകാവിൽ നിന്ന് വാഗമൺ വഴി ഏലപ്പാറയിൽ നിന്ന് കുമിളിയിൽ നിന്ന് കമ്പത്തേക്കാണ് പോകുന്നത്. കമ്പം തേനി ഭാഗത്തുള്ള കുറേ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് മുന്നേ എത്തിച്ചിരുന്നു. നമ്മൾ സ്ഥിരം പോകുന്ന വഴിയല്ല ഇന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ ഭംഗിയുള്ള ഒരു ഭൂപ്രദേശത്തേക്കാണ്. ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്തായാലും വഴിയേ പറയാം. ബോണിയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബോണിയോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. ബോണി ഹായ് പോലെ വീണ്ടും ഞാൻ തന്നെ വീണ്ടും നീ തന്നെ. അപ്പൊ നമുക്ക് ബി പറഞ്ഞ പോലെ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇത്തിരി ലേറ്റ് ആയി ഇറങ്ങാൻ ഉദ്ദേശിച്ച സമയത്തല്ല. അതെ, കുറെ ചെടികളൊക്കെ നിന്റെ വീട്ടിൽ നട്ടു വളർത്തിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല. ഇത് കുറച്ച് പണ്ട് മുതലുള്ള ഐറ്റംസ് ആണ്. കുറച്ച് നാളുകളായിട്ട് ഇതെല്ലാം ഒന്ന് നോക്കാനൊരു സമയം കിട്ടാതെ എല്ലാം നശിച്ചു കിടക്കുമായിരുന്നു. വീണ്ടും പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാ ഉള്ളത്? ഓർക്കിഡല്ലേ? കുറച്ച് ഓർക്കിഡുകൾ ഒത്തിരി ഉണ്ടായിരുന്നു, കുറെയൊക്കെ നശിച്ചു പോയി. ഞാൻ വീണ്ടും പൂർവാധീന ശക്തിയോടെ തിരിച്ചു ഒരുപാട് തുടങ്ങിയിട്ടിരിക്കുക. കൊള്ളാം. അപ്പം ബോണിയുടെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഓർക്കിഡിൻ്റെ ഒരു ചെറിയ ഷെയറൊക്കെ കണ്ടിട്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. അവൻ ചാടി കയറിയോ? പോയേക്കാം സമയങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് പോകാം. മഴക്കോള് ഇവൻ്റെ കൂടെ എന്ന് യാത്ര ചെയ്താലും അതെ, മഴയും മഴക്കോളും ആയിരിക്കും കേട്ടോ. ശരി, പോയേക്കാം. എൻ്റെ അമ്മ ഐശ്വര്യമായിട്ട് പിന്നെയും ബോണിയുടെ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബെൽറ്റൊക്കെ ഇട്ട് പോകാം, അല്ലെങ്കിൽ പിന്നെ ഒരു 500 വെച്ച് ഫൈൻ അടിച്ചാൽ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇതാ ആരംഭിച്ചിരിക്കുന്നു. വരുന്ന വഴിയിൽ നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ചു. ഒന്നും നോക്കില്ല, ഫുൾ ടാങ്ക് അങ്ങ് അടിച്ചു കേട്ടോ ബോണി. നായരുടെ പമ്പ് അല്ലേ? നയര മേടിച്ച മുതൽ നയരയാണ് അടിക്കുന്നത്. അതല്ലേ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നാണോന്ന് അറിയത്തില്ല. ഏതായാലും അത്യാവശ്യം മൈലേജ് കിട്ടുന്നതായിട്ട് തോന്നുന്നു ഇതടിക്കുമ്പോൾ. ഓക്കെ നയരയുടെ പമ്പിൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. എന്തായാലും ഞാനും അടിച്ചിട്ടുണ്ട്. ബോണി പറഞ്ഞ പോലെ ചെറിയൊരു മൈലേജിൽ വ്യത്യാസമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണോന്ന് അറിയില്ല കേട്ടോ, നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നത് അറിയോ, ഡെൻസിറ്റി കൂടുതലാണ് എന്നുള്ളതൊക്കെയാണ് കുറെ ആൾക്കാർ പറയുന്നത്. അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷേ ബൈ ദ ബൈ കാപ്പ് കുടിച്ചില്ലോ, പിന്നെ ഇവിടുന്ന് കഴിക്കണമായിരുന്നോ? നല്ല ഹോട്ടലായിരുന്നു അല്ലേ? കഴിക്കണോ? കഴിച്ചിട്ട് പോവാം. നാടൻ ഭക്ഷണം തന്നെ നമുക്ക് അറിയാവുന്ന സ്ഥലത്ത് കഴിച്ചിരിക്കുന്നതാണ് ബെറ്റർ. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു പണി കിട്ടിയ കാര്യം. ശരിയാ, വയറ് കംപ്ലൈന്റ് ആകണ്ട. ഐശ്വര്യമായിട്ടൊരു യാത്ര. തീർച്ചയായിട്ടും സ്ഥലത്ത് കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ സേഫ് ആയിട്ട് നല്ലതായിരിക്കും. ഇടമുറുക് ജംഗ്ഷൻ എത്തി അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഇടമുറുകിൽ നല്ലൊരു ഹോട്ടൽ ഉണ്ടെന്നാണ് നമ്മുടെ ബോണി അവകാശപ്പെടുന്നത്. ചെറിയ ഹോട്ടലാട്ടോ, ചെറിയ ഹോട്ടൽ. അത് മതി, അതാണ് നമുക്ക് ആവശ്യമല്ലോ. പൊറോട്ടയും മുട്ടക്കറിയും മതിയോ? പൊറോട്ടയും മുട്ടക്കറിയും മതിയാവും. അതെ, ചൂട് പൊറോട്ടയും അതല്ലേ, സാമ്പാറും മുട്ടക്കറിയും ആയിക്കോട്ടെ. പോരെ? പിന്നെ തീർച്ചയായിട്ടും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടരുകയാണ്. അർച്ചന ഹോട്ടൽ അല്ലേ? അർച്ചന ഹോട്ടൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളിനി എവിടെ നിന്നാണ് തിരിഞ്ഞകത്തേക്ക് കയറുന്നത്? തീക്കോയി നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വാഗമൺ വഴിയാണല്ലോ. ഇതിലേ പോകുമ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളതും നല്ല വഴിയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കളത്തൂക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തീക്കോയി ചെന്ന് ചാടാം. ഈരാറ്റുപേട്ടയിലെ ടൗൺ ഒന്നും ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് കുറെ കിലോമീറ്ററുകൾ ലാഭമുണ്ട്, സമയം ലാഭിക്കാം. ശരി. വഴി മോശമൊന്നും അല്ല, നല്ല വഴി തന്നെയാണ്. ആണല്ലേ? നല്ലൊരു ഷോർട്ട് കട്ടാ. പക്ഷെ എല്ലാവർക്കും അറിയാം. അല്ല, മാപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും അത് കാണിക്കുന്ന വഴി കാണിക്കണ്ടല്ലേ? ഞാനങ്ങനെ ആ വഴിക്ക് അധികം പോയിട്ടില്ല. നിന്റെ കൂടെ പണ്ട് ബൈക്കിൽ വന്നപ്പോ പോയിട്ടുണ്ട്, അതല്ലാതെ ഈ അടുത്തിടയ്ക്കൊന്നും ആ വഴിക്കൊന്നും പോയിട്ടില്ല. ഒരുപാട് വർഷമായില്ല നമ്മളിപ്പോ ആ വഴിക്ക് റൂട്ടിൽ പോയിട്ട്. നമ്മൾ ഈ വഴി വാഗമൺ പോയിട്ട് ഒത്തിരി ആയി. പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്ഥിരം ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന സിനിമയ്ക്ക് പോണതിനേക്കാളും കൂടുതൽ പോണ പരിപാടി വാഗമണ് പോക്കായിരുന്നു. ഇതിന് ബൈക്ക് ഉണ്ടായിരുന്നു, നമുക്കൊന്നും ബൈക്കില്ല. ബൈക്കിന് ഞാനന്ന് ബൈക്കുമായിട്ട് ഒരു RX 135 ഒക്കെ ആയിട്ട് വരും. ഞാൻ ബോണിയും കൂടി ഒരൊറ്റ പോക്കാണ്. ഒന്നും പറയണ്ട, അതൊക്കെ ഒരു കാലം, അന്ത കാലം അല്ലേ? അതെ. ശരിക്കും ഈ പഴയ
ഓരോ കാര്യങ്ങൾ നമ്മൾ അതാണ് പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉണ്ടാവും ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ക്ലാസ് കട്ട് ചെയ്ത് ഫിലിമിന് പോകുന്നതും ഇതുപോലെ ടൂർ പോകുന്നതൊക്കെ. ഞങ്ങളുടെയൊക്കെ സ്വപ്നം എന്ന് പറയുന്നത് എപ്പോഴും യാത്രകളായിരുന്നു. എനിക്ക് ബോണിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് യാത്രകളായിരുന്നു. അതിപ്പോഴും ഞാൻ തുടരുന്നു എന്നുള്ളതാണ് സത്യം. കളത്തുകട എത്തി പറഞ്ഞ സ്ഥലം ഇവിടെ നിന്നല്ല ലിഫ്റ്റ് തിരിഞ്ഞു നമ്മളൊരു ലെഫ്റ്റ് ഈ ജംഗ്ഷനിൽ നിന്ന് ഒരു പാലം കയറി ലെഫ്റ്റ് നമ്മൾ തിരിയുവാണ്. ഓക്കെ ഓക്കെ. മങ്കൊമ്പ് റോഡ് അല്ലേ? ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട്, ഇല്ലിക്കല്ല് മൂന്നല ഈരാറ്റുപേട്ട എന്നൊക്കെ. ഇവിടുന്ന് ജസ്റ്റ് തിരിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റൈറ്റ് തിരിയും അല്ലേ? അപ്പോൾ എന്തായാലും അവിടെ നിന്ന് വഴി തിരിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമ്മൾ തീക്കോയി, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് തീക്കോയി റൈറ്റ് 4.5 കിലോമീറ്റർ 4.5 ഇവിടെ നിന്ന് റൈറ്റ് ഇങ്ങനെ അങ്ങ് തിരിയുക. തീക്കോയി വാഗമണ്ണ്. വാഗമണ്ണ് ഇവിടുന്ന് കറക്റ്റ് 24.2 കിലോമീറ്റർ ഉള്ളൂ. വാഗമണ്ണൊക്കെ നമ്മുടെ വളരെ അടുത്തല്ലേ? അതെ അത് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത്. ക്ലാസ് കട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ എപ്പോഴും പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ഥലം. മഴയത്തൊക്കെ പേരും മഴയത്തും പോയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും അതൊന്നും ആലോചിക്കാൻ പറ്റില്ല. അന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയമാണ്. ഇന്നിപ്പോ ഇച്ചിരി തണുപ്പൊക്കെ കുറഞ്ഞു. മലകളൊക്കെ വെട്ടി നിർത്തി ബിൽഡിങ്ങുകൾ വന്നു. നീ ഓർമ്മയില്ല പണ്ടൊക്കെ? അന്ന് ഇതുപോലെ ഇത്രയും ഹോട്ടലുകളോ അല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മളൊക്കെ പോകുന്ന സമയത്ത് ഏതാണ്ട് ഒരു 2005 2006 കാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു സമയത്തൊക്കെ ഒരു തിരക്കൊന്നുമില്ല. നമ്മൾ അന്ന് നീ ഓർക്കണ്ടോ ഒരു മഴക്കൂട്ടം ഇവിടെ വാങ്ങിക്കണേ? ഒരു കൂട് പോലത്തെ സാധനത്തിന് 10 രൂപയും കൊടുത്ത് അതൊക്കെ വെച്ച് ഒരു കൂട്, ഒരു കൂട് തോള. അതെ, തല മൂടില്ല, മേല് അതെ അതെ അതെ, ദേഹം മാത്രം നനയാതിരിക്കും. അത് അവിടെ തേയിലപ്പണിക്കാർ യൂസ് ചെയ്യുന്ന തേയിലത്തോട്ടത്തിൽ ഇടുന്ന സാധനമാണ്. ഇവിടെ മുഴുവൻ റബ്ബറല്ലേ പോണേ? അതെ അതെ. മേലുകാവ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ആ പാട്ടി പാടിയിരിക്കുന്ന പോലെ. അതെ 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 അതെ. റബ്ബറിന്റെ നാടാ, മൊത്തം റബ്ബറാ. കൂട്ടത്തിൽ 2 കുറെ പൈപ്പുകളും കിടപ്പുണ്ട്. അതെ, റബ്ബറിന് വില കുറവായതുകൊണ്ട് ഇവിടെയുള്ളവർക്കെല്ലാം വിഷമം, കഷ്ടത്തിലല്ലേ? കഷ്ടത്തിലാണ്. പക്ഷെ ഇവിടെയുള്ളവരുടെ മുഖ്യ വരുമാനം റബ്ബറാണല്ലോ, തീർച്ചയായും, നമ്മുടെ അടക്കം. അതെ 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 അതെ. അപ്പം അതിന് വില കുറവുള്ളത് എല്ലാത്തിനും തീർച്ചയായിട്ടും ക്ഷണം തന്നെയാണ്. പിന്നെ ഇപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ജോലി കാര്യങ്ങളും ഒത്തിരി ആൾക്കാര് മിക്ക വീടുകളിൽ ആരെങ്കിലും വിദേശത്തൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ എല്ലാവരും പിടിച്ചു നിൽക്കുന്നു. മാത്രം ആശ്രയിച്ച് പണ്ട് കാലത്തെ പോലെ ഇപ്പം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി അല്ലേ? തീക്കോയി വന്നിയാടി, തീക്കോയി പഞ്ചായത്ത് കൂടി ജംഗ്ഷനിൽ ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് തീക്കോയി പള്ളി. നമ്മളിപ്പോൾ തീക്കോയി എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്ത് രസമാണ് നോക്കിയാൽ തീക്കോയി പള്ളി, ആ മലയുടെ താഴ്വാരത്ത്. അങ്ങനെ തീക്കോയി ടൗണിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലേ? തീക്കോയി പള്ളിയൊക്കെ കഴിഞ്ഞ് തീക്കോയി ടൗണാണ് ഈ കാണുന്നത്. ചെറിയൊരു ടൗണാണ് കേട്ടോ തീക്കോയി ടൗണ്. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ സിറ്റി, ഇടുക്കി സിറ്റി, കഞ്ഞിക്കുഴി സിറ്റി എന്നൊക്കെ പറയുന്നതല്ലേ തീക്കോയി സിറ്റി. അതെ അതെ, ചെറിയൊരു ടൗണാണ്. ഇതിന്റെ ഒരു താഴ്വാരം എന്ന് വേണേൽ പറയാം അല്ലേ? അതായത് നമ്മുടെ വാഗമണിലേക്ക് ഇനി കയറ്റം തുടങ്ങാൻ പോവാണല്ലോ. ഇനിയിപ്പോൾ അധികം ദൂരമില്ല ചുരം ആരംഭിക്കാനായിട്ട്. അതെ, ഈ സമയമാകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? റൂട്ടില് വിചാരിക്കുന്നു, അറിയില്ല, എങ്ങോട്ട് പോകുമ്പോൾ അറിയാം. ഇതൊക്കെ പറഞ്ഞാൽ ഈ വഴി പോകുമ്പോൾ ഒരു സുഖമുണ്ട്. നമ്മള് എത്ര പോയാലും അടുക്കാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ലിസ്റ്റില് വാഗമണ്. അത് ഒരു പക്ഷെ നമ്മുടെ അടുത്തായത് കൊണ്ടും ആയിരിക്കാം. അതെ അതെ അതെ. ഓരോരുത്തർക്കും ഉണ്ടല്ലോ, ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞപ്പം തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് അവരുടേതായ ഇഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങൾ കാണും. സ്ഥലമുണ്ട്. കണ്ണൂർ പോയാൽ അവിടെ കാണും, നാട്ടിൽ പോയാൽ അവിടെ കാണും. അതെ അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എളുപ്പത്തിൽ പോകാവുന്നതുകൊണ്ടും കൂടി ആയിരിക്കാം. അതെ അതെ. മൂന്നാർ ഭയങ്കര സൂപ്പറാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ദൂരം കൂടുതലാണ്. എപ്പോഴും പോകാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് ഓടി ഇറങ്ങി വരാൻ മടുക്കും. അത്രയും ദൂരമൊക്കെ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു കാഴ്ചക്കൊരു ഇത് കിട്ടൂല. ജസ്റ്റ് ഡ്രൈവിന് വേണമെങ്കിൽ പോവാം, തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചയും കിട്ടും, ഭംഗി ആസ്വദിക്കാം, തണുപ്പ് ആസ്വദിക്കാം. പണ്ട് ഓർമ്മയില്ല പോണി ഈ വഴിയൊക്കെ വരുമ്പോ പിന്നെ എന്ത് കുണ്ടും കുഴിയായിരുന്നു അല്ലേ? ഇന്നിപ്പം എല്ലാം സൂപ്പർ വഴിയാക്കി. എങ്ങനെയാണോന്ന് അറിയില്ല, വഴി അറിയാം. അതെ, ഇപ്പൊ കുറെ കാലം ഈ വഴി വന്നിട്ട്. അന്നൊക്കെ ഞങ്ങള് വളരെ കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയായിരുന്നു. ഇന്നിപ്പം റബ്ബറൈസ്ഡ് വഴിയെങ്കിലും ആയി. ലൈൻസ് ഒക്കെ വരച്ചിട്ടുണ്ട്. അന്ന് എനിക്കൊരു ക്യാമറ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? പിന്നെ ഫോണിക്കുള്ള ഒരു ചെറിയൊരു ഡിജിറ്റൽ ക്യാമറയും വെച്ചുള്ള ഫോട്ടോസ് എടുക്കൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഹോബി. അന്ന് ബോണിക്ക് മാത്രമേ ഉള്ളൂ ഡിജിറ്റൽ ക്യാമറ. ബോണിയുടെ ഒരു അളിയൻ ഹോസ്റ്റലിലുള്ളതുകൊണ്ട് പെങ്ങള് വന്നപ്പോ കൊടുത്തതാ.
സോണിയുടെ ഒരു ക്യാമറ. സോണിയുടെ ഒരു ക്യാമറ അന്നൊക്കെ കാണുന്നത് തന്നെ വളരെ വിരളമായിട്ടാണ്. അതെ, നേരത്തെ ഒരു സാഹചര്യത്തിൽ ബോണിയുടെ കയ്യിൽ അന്ന് ആ ക്യാമറ ഉണ്ടായിരുന്നു. നമ്മൾ അതിലായിരുന്നു നമ്മുടെ ഫോട്ടോ എടുക്കലെ പരിപാടി. അതെ 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 അതെ, എല്ലാം ഓരോ ഓർമ്മകളാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലേ. അതെ, അന്ന് ഇത്രയും ഫോണുകൾക്ക് ഇത്രയും നല്ല ക്യാമറകളൊന്നും ഇല്ല. ഫോണുകളൊക്കെ മറ്റേ 1100 പോലുള്ളതും പിന്നെ അല്ല ഏറ്റവും കൂടി വന്ന 3.2 മെഗാ പിക്സലൊക്കെ ആയിരുന്നു. അതെ 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 അതെ, അത് ഭയങ്കര പ്രീമിയം. അതെ, വലിയ കൂടിയ ആൾക്കാരുടെയും മാത്രം ഒന്നുള്ളായിരുന്നു. അന്നൊക്കെ നമുക്ക് സ്വപ്നം കാണാനേ പറ്റുള്ളൂ അതൊക്കെ. അതെ, ഇന്നിപ്പോ എല്ലാവരുടെയും ഐഫോൺ അന്നത്തെ കാലം ഒരു വീട്ടിൽ 3 ഐഫോൺ എന്നൊക്കെ വെച്ചാൽ ഇപ്പൊ കണക്ക്. അതെ അതെ അതെ, അങ്ങനെ കയറ്റം തുടങ്ങി. ബോണി, എന്തോ നല്ല തിരക്കായല്ലോ. നല്ല തിരക്കായി, നമ്മൾ വിചാരിച്ച പോലെ അല്ല. രാവിലെ തന്നെ അത്യാവശ്യം പക്ഷെ നല്ല രസമായി തുടങ്ങി. കോട കയറി തുടങ്ങി. കാലാവസ്ഥ വലിയ കുഴപ്പമില്ല. മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണ്. അതെ അതെ അതെ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല കാഴ്ചകൾ കാണാം. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ, നല്ല ആൾക്കാരുണ്ട്. ഈ സമയമായിട്ട് പോലെ നോക്കി. വേറൊരു കാര്യമുണ്ട്, പിന്നെ മൂടി കിടക്കുന്ന 8:30 നമ്മള് 6 മണിക്ക് ഇതിലൂടെ കടന്നു പോകണമെന്ന് വിചാരിച്ച. അതെ 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 അതെ, അത് നടന്നില്ല. അതുകൊണ്ട് എന്തായാലും ഇവരോടൊപ്പം പതുക്കെ ക്യൂ നിന്ന് പോവാം. അതെ അതെ അതെ, അല്ല ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇവിടെയൊക്കെ നമ്മള് റിസ്ക് എടുത്ത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്, എതിരെ വരുന്നവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ മൊത്തത്തിൽ റോഡ് നിയമങ്ങളൊക്കെ പാലിച്ച് പിന്നെ മാന്യമായിട്ട് വേണം പോകാൻ. തീർച്ചയായിട്ടും ഞാൻ ആ കാര്യത്തിലൊക്കെ എപ്പോഴും സുരക്ഷിക്കും മറ്റുള്ളവരെ. അതാണേ നമ്മള് മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം എപ്പോഴും ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നോണ്ട് രസമല്ലേ ഡ്രൈവ് ചെയ്യാനായിട്ട്. അതൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ രസമാണ്. നമ്മൾ സ്പീഡിൽ ഒന്നും ഓടിക്കരുത്, വളരെ സമാധാനപരമായിട്ട് യാത്ര ചെയ്യുക, എൻജോയ് ചെയ്ത് വേണം പോകാനായിട്ട്. അതെ അതെ അതെ. ഇപ്പൊ നല്ല കോട ഇറങ്ങി. ഇപ്പൊ ആ സൈഡൊക്കെ നമുക്ക് കാണാനേ പറ്റുന്നില്ല. കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേന് വെയില് കുറച്ചുണ്ടെങ്കിൽ. അല്ല, ഇപ്പൊ 9 മണി ആയപ്പോഴും ഒരു 6 മണിയുടെ പ്രതീതി. അതാ ഞാൻ പറഞ്ഞേ, ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴേ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴേ നല്ല വെയിൽ വരുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ആ സൈഡ് വശത്തൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. മലനിരകളും മൊട്ടക്കുന്നുകളും പോലെയൊക്കെ ആ ഒരു കാഴ്ച പ്രത്യേക ഫീലാണ്. മൊത്തം മഞ്ഞല്ലേ, ഇപ്പൊ മുഴുവൻ മഞ്ഞ് കയറി, കോട കയറിയിരിക്കുക. ചിലപ്പോൾ തെളിയായിരിക്കും കുറച്ചുകൂടെ മുകളിലേക്ക് പോകുമ്പോഴത്തേനും. ഇവിടെ 1-2 ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലൊന്നും നിർത്തുന്നില്ല. നമ്മൾ ആക്ച്വലി നമ്മൾ വാഗമണ് യാത്രയല്ലല്ലോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് വേറൊരു സ്ഥലം, പുതിയതായിട്ടുള്ള ഒരു സ്ഥലം തേടി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് നേരം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ വഴിയിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ട് നമുക്കങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ടു ഇന്നിപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, കുറേ കച്ചവടക്കാരുണ്ട്. ഈ ഐസ്ക്രീംകാർ, കൂടുതലും ഐസ്ക്രീം ഷോപ്പുകളാണ് കേട്ടോ ഈ പെട്ടി ഓട്ടോറിക്ഷയിലൊക്കെ വന്നേക്കുന്നത്. ഇവിടെയാണ് ആദ്യത്തെ പോയിന്റ്. അതായത് ഈരാറ്റുപേട്ടയിൽ നിന്ന് കടന്ന് നമ്മൾ വാഗമണിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നൊരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു താഴേക്ക് നല്ല വ്യൂ കാണാൻ. അതെ, നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. നമുക്കിനി അടുത്ത പ്രാവശ്യം വാഗമണ് വരുന്ന സമയത്തെ ഇവിടെയൊക്കെ കറങ്ങാല്ലേ പോണേ. വാഗമണ് ഫുള്ള് കറങ്ങാനുള്ള ഒരു സംഭവമുണ്ട്. അത് ഒരു തന്നെ കാണാൻ മാത്രം. അതെ അതെ, വാഗമണ് ശരിക്കും ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കറങ്ങിയേക്കുന്നതുകൊണ്ട് നമുക്കൊരു മീച്ചുമില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ സ്ഥലം കാണാത്ത ആൾക്കാരുണ്ട്. ഇപ്പം കണ്ണൂരും കാസർഗോഡൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുനിന്നും കൊല്ലത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർ, അവരൊന്നും ചിലപ്പോൾ കണ്ടിട്ട് കാണില്ല. പിന്നെ സ്റ്റേ ഒക്കെ ചെയ്ത് പിന്നെ തീർച്ചയായിട്ടും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണം. അത് നമുക്ക് മറ്റൊരു അവസരത്തിലാവാം. എന്തായാലും നമ്മുടെ യാത്ര ഇപ്പം മുന്നോട്ട് തുടരുകയാണ്. ഇനിയിപ്പോൾ അധികം ദൂരമില്ല കുരിശുമല ഭാഗത്തേക്ക് എത്താനായിട്ട്. നല്ല ഹോണടിച്ച ബസ് പോകുന്നത്. ഫ്രണ്ടിലൊരു ആപ്പ ഓട്ടോറിക്ഷ ഉണ്ട്, അതിൻ്റെ ഒരു സൗണ്ട്. നല്ല വളവായതുകൊണ്ടേ ബസ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് സൈഡ് ഒതുക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ ഹോൺ മുഴുകിക്കൊണ്ട് പോകുന്നത്. ചെറിയ വാഹനങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടില്ല. കോടമഞ്ഞിൽ ഓഹോയ് താഴ്വരയിൽ ഓഹോയ് എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇങ്ങ് പോകാം അല്ലേ പോണി? ഞാനിപ്പോഴും ആലോചിക്കുന്ന നമ്മളാ ബൈക്കിൽ മഴ നനഞ്ഞു പോരുന്ന ഓരോ ഓർമ്മകളാണ് ഈ വഴിയിലൂടെ പോരുമ്പോൾ. എൻ്റെ അമ്മയെ തണുത്ത് വിറച്ച് ആലോചിക്കാൻ മേലെ ഇപ്പോഴും. ഇപ്പൊ കാറിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു സുഖം ഉണ്ട്. പക്ഷെ ബൈക്കിൽ വരുന്ന വേറൊരു ഫീലാണ്. എൻ്റെ മോനെ, അതൊക്കെ ഒരു കാലമാണ് പോണി. ഇതൊക്കെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. ഒരിക്കലും തിരിച്ചു വരില്ല ആ ഒരു കാലഘട്ടം. നല്ല നല്ല ഓർമ്മകൾ, പിന്നെ നല്ല നല്ല ഓർമ്മകളാണ്. താഴേക്ക് കണ്ടോ, നല്ല കോടയാണ്, ഒന്നും കാണത്തില്ല താഴേക്ക്. ഈ വഴിക്ക് ഇതിന്റേതായ ഭംഗിയുണ്ട്. ഇനി നമ്മള് മൂലമറ്റന്ന് കയറി പോകുമ്പോ ആ വഴിയും ഭയങ്കര രസമാണ്. പിന്നെ പിന്നെ അത് നമുക്കൊരു ദിവസം പോകണം കേട്ടോ. വഴി അടിപൊളിയല്ലേ? അതെ, രണ്ടിനും അതിന്റേതായ ഭംഗിയുണ്ട്. നമ്മള് ആ വഴിയിൽ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും ഒരു പ്രാവശ്യം പോണേ നമുക്ക് ഫ്രീ ഉള്ള സമയത്തെ, ഈ ഫ്രീ ഉള്ള സമയത്ത് നമുക്ക് ആ വഴി കൂടെ പോകാം. അതൊരു വേറൊരു അടിപൊളി സ്ഥലമാണ്. അത് ശരിക്കും ആ സമയത്ത് നമുക്ക് വാഗമണ്ണൊക്കെ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ?
അങ്ങനെ കുരിശുമല ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുരിശുമല ആശ്രമത്തിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും. പിന്നെ മല കയറുന്നൊരു സ്ഥലമുണ്ട്, ആശ്രമമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്, ഗുരുവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന സ്ഥലമാണ്. പിന്നെ ഒരു ദിവസം നമുക്ക് അതൊക്കെ കാണാം. ഒന്ന് ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം ഈ വഴിയിലൂടെ കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും. അങ്ങനെ തേയിലത്തോട്ടങ്ങളും പതുക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ വാഗമണ്ണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര റോഡ് സൈഡിൽ കാണാൻ കഴിയില്ല. പക്ഷേ ഏലപ്പാറ വഴിയിൽ നമുക്ക് കുറേ നല്ല തേയിലത്തോട്ടങ്ങൾ കാണാൻ കഴിയും. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ അറിയില്ല കേട്ടോ. ഇപ്പോൾ വന്നിട്ട് കുറേ ആയി. പിന്നെ പുള്ളിക്കാന സൈഡിൽ കുറേ ഉണ്ട്. അവിടെ നല്ല ഭംഗിയുള്ള കുറേ തേയിലത്തോട്ടമുണ്ട്. തേയിലത്തോട്ടമാണെങ്കിൽ അത്ര ഒരു ഗുമ്മില്ല. അതെ, ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്ക് വലിയ ഗുമ്മില്ല. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതൊക്കെ താണ്ടി നമ്മൾ പിന്നെയും മുന്നോട്ടുള്ള യാത്ര അങ്ങനെ തുടരുന്നു. ബസ് ഇങ്ങനെ ഫ്രണ്ടിൽ പോകുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അങ്ങനെ സ്പീഡിൽ പോകാൻ സാധിക്കില്ലല്ലോ, അതിനെ മറികടക്കാനും സാധിക്കില്ല, ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല. മറികടക്കാൻ കുറച്ച് പാടുപെടും. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി വീതിയുള്ള സ്ഥലം വരും. അപ്പോൾ അവിടെ നിന്ന് വല്ല ഓവർടേക്കിങ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. ബൈക്കിന് വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് അവരങ്ങ് ഓവർടേക്ക് ചെയ്ത് പോകുള്ളൂ. കാർ അതുപോലെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇനി ഏലപ്പാറ ഭാഗത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. ഏലപ്പാറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. സൂപ്പറാണ്, അടിപൊളി തേയിലത്തോട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ്. തേയില മാത്രമല്ല, ഏലവും കൃഷി ചെയ്യുന്നൊരു പ്രധാന പ്രദേശം കൂടിയാണ് ഏലപ്പാറ. ശരിയാണല്ലോ, തേയിലത്തിനില്ലേ ഏലപ്പാറ. നമ്മൾ ഏലപ്പാറ കുട്ടിക്കാനം അങ്ങനെയല്ലേ പോണേ? നമ്മൾ ആ വഴിയാണ്. കുട്ടിക്കാനം ചാടണം. പിന്നെ കുട്ടിക്കാനം ചാടിയിട്ട് വേണം നമുക്ക് കുമളി ഭാഗത്തേക്ക് പോകണം. കുമളിയിൽ നിന്നാണ് നമ്മൾ കമ്പത്തേക്ക് പോകുന്നത്. കുട്ടിക്കാനമൊക്കെ വേറെ ലെവൽ സ്ഥലമല്ലേ. അത് ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതായത് ഏറ്റവും കൂടുതൽ കോട ലഭിക്കുന്ന, വർഷത്തിൽ ഏറ്റവും കൂടുതൽ കോട ലഭിക്കുന്ന ഒരു പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ഈ കുട്ടിക്കാനം. നമ്മൾ ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഏത് മാസം എടുത്താൽ പോലും ആ മാസങ്ങളിലൊക്കെ ഒട്ടുമിക്ക ദിവസങ്ങളിലും കോട കാണാൻ കഴിയും. അവിടെ വന്നു കഴിഞ്ഞാൽ കോട കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഏറ്റവും കോട്ടയം ജില്ലയിലൊക്കെ ഏറ്റവും അടുത്ത് ഉള്ളൊരു സ്ഥലമാണ് ഈ കുട്ടിക്കാനം. വാഗമണിലെ കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ പൊതുവെ അങ്ങ് മാറി. പണ്ടത്തെ അത്ര ഒരു തണുപ്പൊന്നും ഇപ്പം നിലവിലില്ല. ഞങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ വന്ന സമയത്തൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇപ്പം ശരിക്കും കാലാവസ്ഥ മൊത്തത്തിലങ്ങ് മാറി എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോൾ വാഗമണ് മാത്രമൊന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും മാറിയിട്ടുണ്ട്. ബാംഗ്ലൂരൊക്കെ തണുപ്പൊക്കെ പോയി, പിന്നെ എല്ലാം പോയല്ലോ. ഇപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം നോക്കി, ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അത്ര ഒരു തണുപ്പ്, ഭീകര തണുപ്പൊന്നും പറയാനില്ല. പണ്ടൊക്കെ നമ്മൾ ഈ കയറ്റം കയറി വരുമ്പോഴേ നമുക്ക് തണുപ്പങ്ങ് തുടങ്ങും. ഇപ്പോൾ തീരെ തണുപ്പില്ല. അപ്പോൾ 3 കൂടുന്ന സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് റൈറ്റ് ബോണി, ഒന്നും നോക്കണ്ട, ഇവിടെ നിന്ന് റൈറ്റ് എടുത്തോ. ജീപ്പുകാരുടെ സമ്മേളനം കേട്ടോ ഇവിടെ, നോക്കി പോണേ. ജീപ്പുകാർ ഒരു രക്ഷയില്ല ഇതിലൂടെ. പൊക്കോളാം. മര്യാദയുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഉണ്ട്. അതാണ്. അപ്പോൾ അങ്ങനെ 3 കൂടുന്ന കവലയിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഏലപ്പാറ റൂട്ടിലേക്കാണ്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വാഗമൺ ടൗണിലേക്കാണ് പോകുന്നത്. ആ വഴി നമുക്ക് ഉപ്പുതറയൊക്കെ പോകാനായിട്ട് സാധിക്കും. റോഡ് സൈഡിലൊക്കെ കണ്ടു ഒരുപാട് ചെറിയ കടകളുണ്ട്. ടാർപോളിൻ ഷീറ്റൊക്കെ ഉപയോഗിച്ച് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനത്തെ കടകൾ ഇവിടെ ഉണ്ടാവും. ജീപ്പുകൾ ലൈനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് ഓഫ് റോഡ് സഫാരികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ജീപ്പുകൾ ഇവിടെ കാണുന്നത്. ഇവിടെയൊക്കെ ഇച്ചിരി വഴി മോശമായി അല്ലേ? കുറച്ച് കട്ടറുകളുണ്ട്. എനിക്ക് സങ്കടം മുഴുവനുണ്ടല്ലോ ബോണി. ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവരത് വെട്ടി നിരത്തി. ഗവൺമെൻറ് തന്നെ അവരവിടെ ഒരു ഇതാ തോന്നുന്നു, ഫാം ഹൗസാണോ എന്തോ ഒരെണ്ണം അവർ ആരംഭിച്ചത്. പണ്ട് ചെയ്തതാണ്, ഒരുപാട് വർഷം മുന്നേ ചെയ്തതാണ്. എനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. നമ്മുടെ ഇതുണ്ടല്ലോ, പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി കഴിഞ്ഞിട്ടൊരു ലെഫ്റ്റ് സൈഡിൽ കുറേ ബിൽഡിംഗ് ഉണ്ട്, നമുക്ക് പോകുന്ന വഴി കാണാതെ. എന്ത് രസമുള്ളൊരു സ്ഥലമായിരുന്നു അറിയാം. അതൊന്നും ഇല്ലാതായപ്പോൾ നമ്മൾ പണ്ട് ബൈക്കൊക്കെ ഓർമ്മയില്ല. അതൊക്കെ ഇപ്പോൾ അവർ മുഴുവൻ നശിപ്പിച്ചിട്ട് അവിടെ എല്ലാം ഇതായല്ലോ. അതെല്ലാം നശിപ്പിച്ചോ? അവിടെ ഇപ്പോൾ നശിപ്പിച്ചിട്ട് പിന്നെ അവർ ഇതൊക്കെ പണിതു. എന്താ പറയുക, ഗവൺമെൻറ് എന്തോ ഒരു ഫാം ഹൗസ് എന്തോ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ആ ഒരു സ്ഥലത്തിന്റെ ഭംഗി വാഗമണിൽ വേറെ ഒരിടത്തും ഇല്ല. അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിം. അതെല്ലാം തീർന്നു. അതിന് തീരുമാനമായി. അല്ല, ഇപ്പം ഇവിടെയുള്ള എല്ലാ മൊട്ടക്കുന്നുകളും ഫുള്ളും ഇപ്പം റിസോർട്ടായല്ലോ. ഇപ്പം മൊട്ടക്കുന്നുകൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൊട്ടക്കുന്നുകൾ പണ്ട് ഒരു 10-20 വർഷം മുന്നേ ഉണ്ടായിരുന്നു. ഇതാ ഇവിടെയൊക്കെ നിരത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? ആളുകൾ നിൽക്കുന്നു കുറേ. അതൊക്കെ ഇനിയിപ്പം ഭാവിയിലേക്ക് മാറ്റാനുള്ളതാണ്. ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഉടനെ മാറിക്കോളും. അതൊക്കെ ഇനി മാറി റിസോർട്ടുകളൊക്കെ വരും. പ്രകൃതി അങ്ങനെ പക്ഷേ എല്ലാം ഒരു ലിമിറ്റ്. പിന്നെ തീർച്ചയായിട്ടും ഒരു പരിധി കൂടുതൽ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രകൃതിക്ക് നാശമാണ്. മാത്രമല്ല നമ്മുടെ കാഴ്ച, നമ്മളെ എല്ലാവരും വരുന്നത് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടല്ലേ, അല്ലേ? താമസിക്കുന്ന ഒക്കെ ക്വാണ്ടിറ്റിയിലല്ലേ, ക്വാളിറ്റിയിലെ കാര്യം എന്ന് പറഞ്ഞാലേ. നല്ല ക്വാളിറ്റിയുള്ള നല്ല നിലവാരമുള്ള സംഭവങ്ങൾ വരട്ടെ. ഈ കണ്ടമാനം എണ്ണം കൂടി നശിക്കാതെ അല്ലേ. പിന്നെ ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗി പോയില്ലേ? അതെ,
അതാണ് എൻ്റെ സങ്കടം. എല്ലാവർക്കും താമസിക്കണം ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല, എങ്കിലും ഒരുപാടങ്ങായി കഴിയുമ്പോഴേ അതെ ഒരു പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ദ്രോഹമായി പോകും. റോഡ് എന്തെങ്കിലും ജനങ്ങൾ വരുന്ന എത്രയും വലിയ കുഴികളും അതൊക്കെ ഒന്ന് സർക്കാർ അത് കണ്ടെത്തി അതൊക്കെ ഒന്ന് ടാർ ചെയ്യേണ്ടതാണ്. ഈ വഴിയൊക്കെ എത്രയോ ജനങ്ങൾ വന്ന് കണ്ടുപോകുന്ന സ്ഥലമാണ്. ടൂറിസം വികസനയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒന്ന് പ്രധാനമായിട്ട് വഴിയാണ്. രണ്ട് പൊതുജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ സ്ഥലമൊക്കെ നല്ല രീതിയിൽ വിജയിക്കും. സേഫ്റ്റി, അടുത്തത് വഴിയുടെ കാര്യമാണെങ്കിലും പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ മൊട്ടക്കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മെഡോസ് അല്ലേ? തേക്കടിക്ക് ബോണി വെറും 50 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിനി ആ വഴിയാണല്ലോ പോകുന്നത്. ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് ലെഫ്റ്റ് പോകാം കേട്ടോ. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കട്ടപ്പന പോകാം. ഉപ്പുതറ കൂടി പോകുന്ന വഴി അത് നമുക്ക് വാഗമൺ വഴി പോകുന്ന എളുപ്പം. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് പോകണമെങ്കിൽ ഈ വഴി വന്നാലും മതി. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. കുറേ എണ്ണമൊക്കെ പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. കടക്കാരൊക്കെ പതുക്കെ തുറന്നു വരുന്നുണ്ട്. ഭീകര കുഴികളാണ്, സൂക്ഷിക്കണേ. അത് പോയി വെറുതെ സസ്പെൻഷൻ കളയണ്ട. പഴംപൊരിയും ബീഫ് റോസ്റ്റും. ഹായ്, ഉണ്ടോ മുട്ടക്കുന്നുകളുടെ ഭംഗി നോക്കിയേ, എന്താ രസം. ഭാവിയിലും കാണണേ, ഭാവിയിലും കാണാൻ പറ്റണം എൻ്റെ ആഗ്രഹം. എന്താ രസം നോക്കിയാൽ ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ പിന്നെ 1-2 ഹോട്ടൽസൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോട്ടൽ. ഇവിടെയൊക്കെ റൂമും ഭക്ഷണവും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയായിരുന്നു. കോലാലമേടം അല്ലേ? കോലാലമേടം. കോലാലമേടം അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. തങ്ങൾപ്പാറ. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വാഗമണിലെ വളരെ മനോഹരമായ സ്പോട്ടാണ് തങ്ങൾപ്പാറ. ഓരോരോ സ്പോട്ടുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാം അല്ലേ? മൊട്ടക്കുന്ന്, തങ്ങൾപ്പാറ, കുരിശുമല, പൈൻ ട്രീ ഫോറസ്റ്റ്, പിന്നെ സൂയിസൈഡ് പോയിന്റ്. അത് മാറ്റി ഇപ്പം മറ്റേ എക്കോ ടൂറിസം ആക്കില്ലേ. അവിടെ ഒത്തിരി സംഭവങ്ങൾ കാണാനുണ്ട്. സർക്കാരിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ വന്നിട്ട് ഒത്തിരി സംഭവങ്ങളുണ്ട്. വൈകുന്നേരം എന്തോ ലൈറ്റ് ഷോ കാര്യങ്ങള്, ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി സ്പോട്ടുകളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ പൈൻ വാലി ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പൈൻ ഫോറസ്റ്റ് അല്ലേ? പൈൻ ഫോറസ്റ്റ്, യെസ്. ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന വഴിയിലൂടെ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ പൈൻ വാലി ഫോറസ്റ്റ് കാണാൻ സാധിക്കും. നീ പറഞ്ഞ സ്ഥലം ഇതാണ് പോണി. ഈ പറഞ്ഞ സ്ഥലം നിങ്ങൾ നോക്കിക്കണം കേട്ടോ. ഈ ഒരു ഡയറി ഫാം ഉണ്ട്. ഈ ഒരു സ്ഥലം നേരത്തെ ഉണ്ടല്ലോ, എന്ത് രസമായിരുന്നറിയോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ല, ഉണ്ടായിരുന്ന ഞാൻ കാണിച്ചതായിരുന്നു. പണ്ട് എന്ത് രസമുള്ളൊരു സ്ഥലമായിരുന്നു അറിയത്. ഏറ്റവും മനോഹരമായ ഫ്രെയിമുള്ളൊരു സ്ഥലമാണ്. അതിനെ ഞാൻ എന്താ വർണ്ണിക്കാനെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഈ വളവൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്രദേശമായിരുന്നു. എന്ത് നല്ലൊരു പ്രദേശമായിരുന്നു അറിയാം. ഇപ്പം അത് ഫാം ഹൗസ് ആക്കി ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് ഇല്ലാതായിപ്പോയി. ആ മലയും ഈ ഒരു മുട്ടക്കുന്നും എന്ത് രസമായിരുന്നു അറിയാം കാണാനായിട്ട്. ഈ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സർക്കാർ എന്തൊക്കെയോ ചെയ്തു. സർക്കാർ ഇപ്പോൾ വന്ന് ഫാം ഹൗസ് ആക്കിയത്. ഈ ഒരു സ്ഥലം അങ്ങനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ വലിയൊരു സങ്കടമായി. ആ ഒരു സങ്കടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്ത് രസമുള്ള സ്ഥലമായിരുന്നു അറിയോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വരുമ്പോൾ ഉള്ള വിശേഷങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ അധികം ദൂരമില്ല നമ്മുടെ സർക്കാരിൻ്റെ പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക്. പണ്ടത് സൂയിസൈഡ് പോയിന്റ് ആയിരുന്നു അല്ലേ മണി? സൂയിസൈഡ് പോയിന്റ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതിനിപ്പോൾ വേറെ എന്തോ പേരാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തൊക്കെ ആക്കിയിരിക്കുകയാണ് ഇപ്പം. അഡ്വഞ്ചർ പാർക്ക്. അഡ്വഞ്ചർ പാർക്ക് എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ അറിയപ്പെടുന്നത്. അതല്ലേ? ഞാൻ പോയിട്ടില്ല. നമ്മൾ ഓർമ്മയില്ല, പണ്ട് ബൈക്ക് ഇവിടെ വെച്ചിട്ട് നടന്ന് മാക്കെന്ന് പറഞ്ഞ് നടന്ന് ആ ഒരു സൂയിസൈഡ് പോയിന്റ് പോയിരുന്നു ഒരു 1.5 വർഷം മുമ്പ്. ഭയങ്കര രസമാണ്. രാത്രി ലൈറ്റ് ഷോ കാര്യങ്ങള്, കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് കാണാനുള്ള. ഒത്തിരി ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകൾ അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അഡ്വഞ്ചർ പാർക്ക് പണ്ടൊന്നും വഴിയില്ലായിരുന്നു, ഓർമ്മയില്ലേ? നടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും വികസിക്കട്ടെ, നല്ല കാര്യം തന്നെയാണ്. അത് സർക്കാരിൻ്റെ ആയതുകൊണ്ട് എത്ര കാലം നിൽക്കും എന്നുള്ളതാണ് എനിക്കറിയില്ല. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പറയുകയാണെങ്കിൽ എന്ത് കാര്യം നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ വാഗമണിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏലപ്പാറ റൂട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും വാഗമണിനോട് താൽക്കാലികമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഏലപ്പാറ റൂട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇനി കുറച്ചുകൂടി വഴിക്ക് വീതി കുറവായിരിക്കും. പിന്നെ നല്ല ഭംഗിയുള്ള കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടുപോകാം. നമ്മുടെ മുന്നിലൊരു ബസ് വന്ന് ചാടിയിട്ടുണ്ട്. ഇനി ഇവരെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ കുറേ സമയമെടുക്കും. ഒന്നാതെ വഴിക്ക് വീതി കുറവാണ്. സാരമില്ല, അപ്പോൾ അതൊക്കെ കണ്ടു കേട്ടൊക്കെ പോവാം.
അങ്ങനെ അവസാനം നമ്മൾ ഏലപ്പാറ എത്തിയ സുഹൃത്തുക്കളെ, ഏലപ്പാറ എത്തി അല്ലേ? അതെ അതെ. വാഗമൺ 15, ഇടുക്കിടാം 54, മൂന്നാർ റൈറ്റ് അല്ലേ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ്, മുകളിലേക്ക് വളഞ്ഞ് കയറിക്കോ, ഒന്നും നോക്കണ്ട, വട്ടം കയറിക്കോ. ഓക്കെ. കട്ടപ്പനയ്ക്ക് നേരെ പോയി കഴിഞ്ഞാൽ കട്ടപ്പന. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്കാന റൂട്ടിലേക്ക്. ടൗണൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് വൃത്തിയായി കേട്ടോ. പണ്ട് കുറച്ച് വൃത്തിക്കുറവുണ്ടായിരുന്നു. ഇന്നിപ്പം എല്ലാം നല്ല രീതിയിൽ കുറച്ചും കൂടെ നീറ്റായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അല്ല, എന്നാലും അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. അതെ. കടകളൊക്കെ ആണെങ്കിലും നല്ല പുതിയ കടകൾ വന്നു. പിന്നെ ക്ലീനായി, കുറച്ചുകൂടെയൊക്കെ പരിസരം ക്ലീൻ ആയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരുപാട് വേസ്റ്റുകൾ റോഡ് സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ക്ലിയർ ആയി കേട്ടോ. മാത്രമല്ല റോഡും നല്ല ഭംഗിയായി. ഇപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് നിർത്തണേ, നല്ലൊരു വ്യൂ കിട്ടും. അവിടെ പുതിയതായിട്ട് വന്ന ആ സംഭവം. അതെ അല്ലേ? നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അങ്ങോട്ട് ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. കൊള്ളാം. അപ്പോൾ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ 2 വിഷ്വലിൽ നിന്ന് എടുക്കാം. റൈറ്റ് സൈഡിലേക്ക് ഒതുക്കി, റൈറ്റ് സൈഡിൽ ഇവിടെ ഒതുക്കി, ഇവിടെ സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ ഒതുക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം ഒതുക്കുക. ബോണി, എന്തോ എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ശരിക്കും നീ ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞപ്പം എത്ര പ്രതീക്ഷയില്ലേ ഞാനേ. ഈ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഇനീഷ്യേറ്റീവ് സർക്കാരാന്ന് വിചാരിക്കുന്നു. സർക്കാർ ആണെങ്കിൽ എന്തായാലും അടിപൊളി. ബോർഡൊന്നും വെച്ചിട്ടില്ല എന്തായാലും. അല്ല, അത് പണി തീരുന്നുള്ളൂ തോന്നുന്നു. എന്തായാലും സർക്കാർ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു തീരുമാനമായി കേട്ടോ. ഈ ഒരു വ്യൂ അപാര വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഈ അടുത്തിടയ്ക്ക് യാത്ര ചെയ്തതിൽ ഇത്രയും നല്ലൊരു വ്യൂ ദൃശ്യം കണ്ടിട്ടില്ല. കറക്റ്റ് നമ്മൾ ഡ്രോണിലൂടെ കാണുന്ന കാഴ്ചയാണ് നേരിട്ട് കാണുന്നത്. കാരണം അത്രയും വൈഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്യാമറയിൽ ഒരു ഒരു 180 പോരാ, 180 അല്ല, അതിൽ കൂടുതൽ 80% വ്യൂ കാണാൻ പറ്റും കണ്ടുകൊണ്ട്, ആംഗിൾ കാണാം. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത്ര ഒരു ഇത് കിട്ടില്ല, മാത്രം കിട്ടുമെന്നുള്ളത് അറിയില്ല. കാരണം അത്രയും വൈഡ് നമ്മുടെ കണ്ണിന് കിട്ടുന്ന വൈഡൊന്നും ഒരിക്കലും ഒരു ക്യാമറയ്ക്ക് ഉണ്ടാകില്ല. അതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല മനോഹരമായ ഒരു കാഴ്ച, നല്ലൊരു വ്യൂ ആണ്. ഏലപ്പാറ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വ്യൂ നോക്കുക, വന്ന് കാണുക. കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് തീർച്ചയായിട്ടും. താഴേക്ക് നോക്കുമ്പോൾ മനോഹരമായൊരു തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ കുറേ ലയങ്ങൾ, പണിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ, ജോലിക്കാർ താമസിക്കുന്ന ലയങ്ങളുണ്ട്. മൊട്ടക്കുന്നിന്റെ ഇടയിലൂടെ ചെറിയ ചെറിയ വഴികൾ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ആ വഴി കൂടെ ഇങ്ങനെ KSRTC ബസ് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ. എത്ര ഭംഗിയാണെന്ന് അറിയാം കാണാനായിട്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അതിങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ആ ഒരു ബസ് പോകുന്ന ഇങ്ങനെ വളഞ്ഞ് ആ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ അങ്ങ് പോകുന്ന ആ ഒരു കാഴ്ച, അത് നല്ല ഹൃദ്യമായൊരു കാഴ്ചയായിരുന്നു. പിന്നെ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് ഏലപ്പാറ ടൗണിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഡ്രോൺ പറത്തുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഒക്കെ കാണാൻ കഴിയുക. ഡ്രോൺ പറത്തേണ്ട ഒരു ആവശ്യമില്ല, നല്ല കാറ്റ് വീശുന്നുണ്ട്. ഡ്രോൺ പറത്തി ചിലപ്പം അടുത്ത പഞ്ചായത്തിൽ കൂടെ പോകും. കാറ്റ് പ്രശ്നമാണ് ഡ്രോണിന്. നമ്മുടെ ഇരിക്കുന്ന ചെറിയ ഡ്രോണാണ്, അപ്പോൾ അത് കാറ്റ് പിടിക്കാനുള്ള സാധ്യതകളാണ്. എല്ലാ സ്ഥലങ്ങളിലും അത് പറത്താനായിട്ട് സാധിക്കില്ല. ഈ വാഗമണ്ണൊക്കെ ഡ്രോൺ പറത്തി കുറേ ആൾക്കാരുടെ പോയിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് നിഖിൽ എന്ന് പറഞ്ഞു, പാലക്കാടുള്ള, അദ്ദേഹത്തിന് ഡ്രോണും കാറ്റത്ത് പാലക്കാട് വെച്ചും നഷ്ടപ്പെട്ടു. ഈ ചെറിയ ഡ്രോണിന്റെ ഒരു പ്രശ്നം അതാണ്. നമുക്ക് വലിയ ഡ്രോൺ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പറത്താം. കാറ്റുള്ള ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് പറത്താനായിട്ട് ലൈസൻസ് ഒക്കെ വേണം, ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിയ ഡ്രോണൊന്നും എടുക്കാത്തത്. മിനി ഡ്രോണിന് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല, കാരണം അത് 250 ഗ്രാമിൽ താഴെയാണ്. അത് നമുക്ക് പറത്താം. ഫ്ലൈ ചെയ്യാനുള്ള ഒരു ടോയ് കാറ്റഗറി പെടുന്നതുകൊണ്ട് ഫ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാറ്റുള്ള പ്രദേശങ്ങളിൽ നമുക്കത് പറത്താൻ പറ്റില്ല. ചിലപ്പോൾ പിന്നെ പോകുന്നില്ല, പോയാൽ തിരിച്ചു വരില്ല. എന്നാൽ ശരിയെന്നാ പോയിട്ട് ഇനി അടുത്ത പൂരത്തിനാണെന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഡ്രോൺ പറത്താതെ തന്നെയുള്ള മനോഹരമായ ഒരു ആകാശ ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ ബാക്കി യാത്ര തുടരാം. ടൈഫോയ്ഡ് അല്ലേ? ടൈഫോയ്ഡ് എസ്റ്റേറ്റ് കുറച്ചുകൂടെ മാറ്റിയായിരുന്നെങ്കിൽ ടൈഫോയിഡ് എസ്റ്റേറ്റിന് പേരിടാൻ പറ്റിയ പേര്, നല്ല പേര്. അങ്ങനെ ഏലപ്പാറയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. ഇനിയിപ്പം പോകുന്ന വഴിയിൽ അങ്ങനെ ഭംഗിയുള്ള കാഴ്ചകളെന്ന് പറയാനായിട്ട് ഉണ്ട്, പക്ഷേ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. മൊത്തം കാഴ്ചകളാണ്. പക്ഷെ നമുക്ക് എല്ലായിടത്തും ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോകാനായിട്ടുള്ള സമയമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് കമ്പം ഭാഗത്തേക്ക് എത്തിച്ചേരണം. അവിടെയാണ് ശരിക്കും നമ്മുടെ വീഡിയോയുടെ ഒരു പ്രധാന കണ്ടന്റ് ഇരിക്കുന്നത്. മീൻസ് കാഴ്ചയുടെ ഒരു ഭംഗി ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെപ്പോഴും ഉണ്ട്, നമുക്ക് എപ്പോഴും വന്ന് കാണാവുന്നതാണ്. തമിഴ്നാട്ടിൽ ആ ഒരു സ്ഥലം, പർട്ടിക്കുലറായിട്ടുള്ള ആ ഒരു സ്ഥലമാണ് നമ്മൾ അന്വേഷിച്ച് പോകുന്നതും അത് കണ്ടെത്തണം. നമുക്ക് അത്ര ഈസി ആയിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുന്നത്. നമ്മൾ അല്ലെങ്കിൽ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചെത്തുമ്പോഴത്തേനും കുറേ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേഗതയിൽ പോകാമെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ യാത്ര കുറച്ചുകൂടെ വേഗത്തിലാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയാനുള്ളത് കുട്ടിക്കാനമാണ്. കുട്ടിക്കാനത്ത് നിന്ന് പിന്നെ നമ്മൾ നേരെ
കുമളിയിൽ നിന്ന് നേരെ കമ്പം. പോകുന്ന വഴിയിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകൾ എന്തെങ്കിലും കണ്ടാൽ നിർത്താം അല്ല പോണേ? തീർച്ചയായിട്ടും എല്ലായിടത്തും നിർത്താൻ പോയാൽ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കില്ല. പിന്നെ മാത്രമല്ല ചെറിയ രീതിയിൽ മഴയും പൊടിയുന്നുണ്ട്. കമ്പം ഭാഗത്തേക്ക് മഴ പെയ്യാനായിട്ട് സാധ്യത വളരെ കുറവാണ്. പൂർണ്ണമായിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാലാവസ്ഥ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം വേഗത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം.